നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഘട്ടം ഘട്ടമായി നമ്മൾ അടുത്ത മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാം അധ്യായത്തില് 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് 4-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. ഒന്ന്, സഭയ്ക്കുണ്ടായ ആദ്യ പീഡനം. 2, പത്രോസിന്റെ 3-ാമത്തെ പ്രസംഗം. 3, പീഡകൾ മൂലമുള്ള സഭയുടെ നിലവിളി. 4, വസ്തുവകകൾ പൊതുമുതലായി കണക്കാക്കുന്നു. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ നിറവാണ് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 37 വാക്യത്തിനകത്ത് വളരെ സാരസമ്പൂർണമായ ആത്മീകമായ ഏതാനും ദൂതുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കതിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സാധുക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേ നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ പുതിയ നിയമസഭയ്ക്കെതിരെയുള്ള ആദ്യ കരുനീക്കമാണ്. അവരെ ചൊടിപ്പിച്ച കാര്യം മത്തായിയുടെ സുവിശേഷം 22-ന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം. സാധുക്യരെന്ന് പറയുന്നവർ പുനരുത്ഥാനം ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഇസ്രായേൽ കുലത്തിലുള്ള പല വിഭാഗക്കാരിൽ ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, സാധുക്യരുണ്ട്, ഹില്ലേൽ ഷമ്മായി ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഇസ്രായേലിയ സമൂഹത്തിനകത്തുണ്ട്. അതിൽ ഈ സാധുക്യരാണ് പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായിരുന്നു. സാധുക്യരോ ഉയർപ്പില്ല എന്ന് പറയുമ്പോൾ പത്രോസോ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ഉയർപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് കാലങ്ങളായി സാധുക്യർ പിന്തുടർന്നു വന്ന അബദ്ധജടിലമായ ധാരണയ്ക്ക് വിപരീതമായ പഠിപ്പിക്കലായിരുന്നു. അതുകൊണ്ട് അവർക്കത് സഹിച്ചില്ല. അവർ മത തീവ്രവാദികളാണെങ്കിൽ പത്രോസ് വിശ്വാസ തീവ്രവാദിയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതെ ഒരു ഉൾധൈര്യം കൈവന്നിട്ടുള്ള ആദ്യ സ്നേഹത്തിന്റെ ആ തിളപ്പിൽ നിൽക്കുന്ന സമയമാണ്. പെന്തക്കോസ്തിക്ക് ശേഷം കൂടി വന്ന ജനത്തെ എവിടെയെല്ലാം കണ്ടവരോടെല്ലാം പത്രോസ് യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ സംഭവത്തെ കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോ സഭയ്ക്കെതിരെയുള്ള ഒന്നാമത്തെ എതിർപ്പിന്റെ കാരണം എന്തായിരുന്നു? പുനരുത്ഥാനത്തിന് എതിരായിട്ടുള്ള ചിന്തകൾക്കെതിരെ സംസാരിച്ചതായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം.
സമൂഹത്തിൽ യഹൂദന്മാരിൽ ഒരു വിഭാഗം, മജോറിറ്റി, മേജർ ഗ്രൂപ്പ് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞത് അവർക്ക് സുഖിച്ചില്ല. അതാണ് ക്രൈസ്തവ സഭയിലെ പീഡയുടെ ആരംഭം. അവർക്കുണ്ടായ നീരസം കൊണ്ട് അവരെന്ത് ചെയ്തു? ഇവരെ പിടിച്ചു. എവിടെയാണ് കർമ്മരംഗം നിങ്ങൾക്കറിയാം. ഒരു മുടന്തനെ യോഹന്നാനും പത്രോസും ചേർന്ന് ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു മുടന്തന് സൗഖ്യമായി. അത് തന്നെ തലവേദനയായി. ആ തലവേദനയുടെ മധ്യേ അവരെ അങ്ങ് വീർപ്പ് മുട്ടിക്കുന്നതിന്റെ ഇടയിൽ ഈ പ്രസംഗം കൂടി വന്നതോടെ അവർ നല്ല വിരോധത്തിലായി. അവരെ കൊണ്ടുപോയി കാവൽ നിർത്തി, എന്ന് പറഞ്ഞ കാവൽക്കാർക്കുള്ളിലാക്കി, പുറത്തു വിടാതെ നിർത്തി. കാരാഗ്രഹം, സെമി കാരാഗ്രഹം എന്ന് പറയാം. അർത്ഥ കാരാഗ്രഹത്തിനകത്താക്കി, പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം കളഞ്ഞു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അവിടെ ആ 4-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം. പ്രസംഗിച്ചവനെ ബന്ധിച്ചെങ്കിലും പ്രസംഗിച്ചവന്റെ വചനത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്നവരെ ബന്ധിക്കാം, പക്ഷേ പ്രസംഗത്തിന്റെ വിഷയത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. സംഭവിച്ചതേ 5000 പുരുഷന്മാർ മാനസാന്തരപ്പെട്ടു. ഞാനിത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോ ഓർത്തു, ദൈവമേ, ഇപ്പോ എല്ലാ യോഗത്തിലും അതെ, പെട്ടെന്ന് വിശ്വാസത്തിൽ വരുന്നത് സഹോദരിമാരാണ്, സ്ത്രീകളാണ്. പെട്ടെന്ന് വിശ്വാസത്തിൽ വരും. അവർ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് കരയും, പെട്ടെന്ന് അനുദപിക്കും, അവർ പെട്ടെന്ന് മാനസാന്തരപ്പെടും. ശരിയാണോ എന്നെനിക്കറിയില്ല. പെട്ടെന്ന് മാനസാന്തരപ്പെടുകയും വളരെ വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുകയും ആദ്യ സ്നേഹത്തിന്റെ ലഹരിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പലരും അതിൽ നിലനിൽക്കാറില്ല എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ അന്ന് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർ വിശ്വാസത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വചനം കേട്ടവരുടെ ചെവിയിലേക്ക് എത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹൃദയത്തിനകത്ത് ചെന്ന് അത് വിചിന്തനങ്ങൾക്ക് വിധേയമാക്കി. അതാണ് അതിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്റെ പ്രസംഗത്തിന്റെ ശൈലി കൊണ്ടോ ഭാഷയുടെ വൈഭവം കൊണ്ടോ ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും ഒരു മാറ്റവും വരില്ല. പ്രസംഗത്തിന്റെ തന്ത്രങ്ങളുണ്ട്, നെഗറ്റീവ് മീനിങ് അല്ല ഞാൻ പറയുന്നത്. പ്രസംഗത്തിന്റെ തന്ത്രങ്ങളുണ്ട്. ടീച്ചിങ്ങിന്, പഠിപ്പിക്കുന്നതിന് ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ എന്നുള്ള പേര് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമുണ്ടാക്കുമെങ്കിൽ ചില ടൂൾസ് ഉണ്ടെന്ന് പറയാം, ഉപകരണങ്ങളുണ്ട്. ആശയവിനിമയത്തിന് ചില ഉപകരണങ്ങളുണ്ട്. അത് മികവുള്ളവർ മികവുള്ള രീതിയിൽ അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഗ്രഹിക്കാൻ എളുപ്പമാണ്. പക്ഷേ രൂപാന്തരം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. വേറെ ഒന്നിനും നമുക്ക് നമ്മളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരാണെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, 5000 പേർ മാനസാന്തരപ്പെടുത്തു. മാനസാന്തരപ്പെടുത്തിയവരെവിടെയാ? അവർ തടവിലാണ്. പക്ഷെ 2 പേരെ തടവിലാക്കിയപ്പോൾ 5000 പേർ പുറത്തുണ്ട്. സഭയങ്ങ് വളരാൻ കുതിച്ചു നിൽക്കുകയാണ്. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 ആയിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 6 ലക്ഷത്തോളം പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അങ്ങനെ ഏകദേശം 25 ലക്ഷത്തോളം. ചുമ്മാ കണക്ക് കൂട്ടുന്നതാ. ഇവിടെയെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് പുരുഷന്റെ മാനസാന്തരം, പുരുഷൻ ദൈവഭാഗത്തേക്ക് വന്നത്. ഇപ്പൊ നമ്മളുടെ ഫീൽഡിലാണെങ്കിലും നമ്മൾ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ നമ്മുടെ മിഷണറിമാർക്ക് കൊടുത്തിട്ടുള്ള
പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ പലതിലൊന്ന് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് ബാപ്റ്റിസം കൊടുക്കാൻ വെയിറ്റ് ചെയ്യണം എന്നതാണ്. അവർ വരുമ്പോൾ തന്നെ തിരക്ക് കൂടി ബാപ്റ്റിസം കൊടുക്കരുത്, മറിച്ച് അവരുടെ ഭർത്താവും കൂടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ബാപ്റ്റിസം എടുക്കുന്നതാണ് സ്ഥിരതയ്ക്ക് കാരണം, നിലനിൽക്കാൻ നല്ലത്. ദൈവമക്കളെ, ഇവിടെ പുരുഷന്മാർ വിശ്വാസത്തിൽ വന്നാൽ സ്വാഭാവികമായും അവരുടെ സ്ത്രീകളും വിശ്വാസത്തിൽ ചാടിക്കേറി വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ ഒന്നാമത്തെ പാരഗ്രാഫ് വിടുകയാണ്. സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ആദ്യ പീഡനം എവിടെയാണ്? 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ്. എന്താണ് കാരണം? പുനരുത്ഥാനം ഉണ്ട് എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ പത്രോസും യോഹന്നാനും തെളിയിച്ചു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരെ തടവിലാക്കിയതിന്റെ പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ പരമോന്നത നീതിന്യായ കോടതിയാണ് സന്നിദ്രീം സംഘം. അതിന്റെ അധ്യക്ഷൻ മഹാപുരോഹിതനായിരിക്കും. അവരുടെ മുൻപാകെയാണ് പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിച്ചത്. ഈ കോടതിയുടെ മുൻപാകെ പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിക്കാൻ നിർത്തുന്നതിന് മുന്നേ യേശുവും സ്തെഫാനോസും പൗലോസും പിന്നീടാണ്, പൗലോസും സ്തെഫാനോസും പിന്നീടാണ്. ഇവരൊക്കെ ഈ സന്നിധി സംഘത്തിന്റെ വിസ്താരത്തിൽ വന്നിട്ടുണ്ട്. യേശുവിനെ വിസ്തരിച്ചു, സ്തെഫാനോസിനെ വിസ്തരിച്ചു, പൗലോസിനെ വിസ്തരിച്ചു. എവിടെ? പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിച്ച സന്നിധി സംഘം എന്ന ഇസ്രായേലിന്റെ സുപ്രീം കോർട്ടിൽ ഇവരെയും വിസ്തരിച്ചു. ഇവിടെ നമ്മൾ ഈ 6-ാം വാക്യത്തിൽ 4 മഹാപുരോഹിതന്മാരുടെ പേരുകൾ കാണുന്നുണ്ട്. അവരിൽ ഹന്നാവ് AD 8 മുതൽ 15 വരെ മഹാപുരോഹിതനായിരുന്നു. AD 8 മുതൽ 15 വരെ ഭരണം നടത്തിയ ആളാണ് ഹന്നാവ്. അവന്റെ മരുമകനാണ് കയ്യഫാവ്. യോഹന്നാൻ 18:13 വായിക്കുമ്പോൾ അത് മനസ്സിലാവും. AD 18 മുതൽ 35 വരെയും ഈ കയ്യഫാവായിരുന്നു പുരോഹിതൻ. ഹന്നാവിന്റെ ഒരു മകനായിരുന്നു യോഹന്നാൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല. നമുക്ക് 2 യോഹന്നാന്മാരെ മാത്രമേ അറിയാവൂ. ഒന്ന് സ്നാപക യോഹന്നാനും മറ്റൊന്ന് യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനെ അറിയാവൂ. എന്നാൽ ഇവിടെ മഹാപുരോഹിതനായ ഒരു യോഹന്നാനെ കാണുന്നു. AD 36 മുതൽ 37 വരെ സന്നിധി സംഘത്തിന്റെ അധ്യക്ഷനായി നിലനിന്ന അവരോധിതനായിരുന്നു യോഹന്നാൻ. എന്നാൽ ഈ അലക്സാണ്ടർ ഏത് കാലഘട്ടത്തിൽ പുരോഹിതനായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ചരിത്രരേഖകളിൽ നിന്ന് അത് കൃത്യമായി കിട്ടിയിട്ടില്ല. ഹന്ന, മരുമകൻ കയ്യഫാവ്, മകൻ യോഹന്നാൻ, ഇവര് പിന്തുടർച്ചയായി മഹാപുരോഹിതന്മാരായിരുന്നു. എന്നാൽ അലക്സാണ്ടർ അദ്ദേഹം മഹാപുരോഹിതനായിരുന്നു എന്ന് പറയുന്നു. കാലഘട്ടം ഏതാണ് എന്ന് വ്യക്തമല്ല.
ഹന്നാവിനെ റോമൻ ഭരണകൂടം ഭരണത്തിൽ നിന്ന് പുറന്തള്ളുകയായിരുന്നു. എങ്കിലും ഭരണത്തിന്റെ പിന്നിലെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഹന്ന. അത്രമാത്രം കുതന്ത്രങ്ങളുടെ ശില്പിയായിരുന്നു ഹന്ന. കർത്താവിനെ ക്രൂശിക്കാനായിട്ട് തെളിവുണ്ടാക്കിയ പാർട്ടി ഇവരാണ്, ഹന്നായും കയ്യപ്പാവുമാണ്. സാക്ഷിമൊഴി ഉണ്ടാക്കിയത് ഇവരാണ്. കുതന്ത്രം മെനയുന്നവർ. അത്രമാത്രം തന്ത്രശാലികളായതുകൊണ്ടാണ് ലൂക്കോസ് 3:2 ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതനായിരിക്കും കാലം എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. ഹന്നായും കയ്യപ്പാവും മഹാപുരോഹിതനായിരിക്കും കാലം എന്ന് പറഞ്ഞാൽ അവരൊരു കോമ്പിനേഷൻ ആയിരുന്നു. കയ്യപ്പ ഭരിക്കുന്നുണ്ടെങ്കിലും ഹന്നായായിരുന്നു അതിന്റെ പിന്നിലെ ശക്തി, റിമോട്ട് കൺട്രോൾ. 7-ാം വാക്യത്തിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർ അവരെ നടുവിൽ നിർത്തി ആരെയാ? യോഹന്നാനെയും പിന്നെ പത്രോസിനെയും വിസ്താര സഭയുടെ മധ്യം നിർത്തി. അവർക്കറിയാൻ വയ്യാത്ത കാര്യം, അവർ അറിയാൻ ആഗ്രഹിച്ച കാര്യം, അവർക്ക് ഒരു പിടിയും കിട്ടാത്ത കാര്യമാണ് അവർ ഇവരോട് ചോദിച്ചത്. എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? നിങ്ങൾ പുസ്തകത്തിൽ നോക്കണം. ചോദ്യം എന്താണ്? ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു? അവർ കേൾക്കുന്നത് മുഴുവനും ഈ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയ അന്ന് മുതൽ ഇവർക്ക് ഇരിക്കപ്പൊറുതിയില്ല. കർത്താവിനെ ക്രൂശിച്ചിട്ടും കർത്താവിനെ അടക്കി മുദ്ര വെച്ചിട്ടും കർത്താവിനെയും ശിഷ്യന്മാരെയും ചിതറിപ്പിച്ചിട്ടും പൂർവാധികം പടരുകയാണ് കർത്താവിന്റെ മാനിഫെസ്റ്റോ. യേശുക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ ലോകത്ത് സകലരും അംഗീകരിക്കുകയാണ്. ജനം കൂട്ടത്തോടെ ഇവർ പറയുന്ന വിശ്വാസത്തിലേക്ക് വരികയാണ്. നമ്മൾ താഴോട്ട് വരും, വായിക്കുമ്പോ അവർക്കൊന്നും പിടികിട്ടാത്ത ചില രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിലൊരു കാര്യമാണ് ഇത്. ഇവര് മുക്കോന്മാരല്ലായിരുന്നു. ഇവർക്ക് വിദ്യാഭ്യാസവും ഈ പാഠവും എവിടുന്ന് കിട്ടി? ഇവരെങ്ങനെ ഇങ്ങനെയായി? ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? ഇത് ഒരു ദിവസത്തെ ചിന്തയല്ല. അനേക ദിവസങ്ങൾ ഇവർക്കിടയിൽ നടന്ന ചിന്തയാണ്. അനേക ദിവസങ്ങൾ ഇവര് ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ അവർക്ക് കിട്ടേണ്ടത്, അവർക്കറിയേണ്ടത് ഏത് ശക്തി കൊണ്ട്, ഏത് നാമം കൊണ്ടാണ് ഈ മുടന്തന് സൗഖ്യം വന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അത്ഭുത സൗഖ്യത്തെ ലോകത്തിനോ അധികാരികൾക്കോ മനസ്സിലാകില്ല. നമ്മൾ ഇന്ന് ഓൺലൈൻ ചാനലുകൾ ഓപ്പൺ ചെയ്താൽ കർത്താവിനാൽ നടക്കുന്ന ചില വീര്യപ്രവൃത്തികളെ, കർത്താവിനാൽ നടക്കുന്ന ചില അത്ഭുത പ്രവൃത്തികളെ തലങ്ങും വിലങ്ങും വേട്ടയാടുന്ന, വിധിക്കുന്ന, ന്യായം വിസ്തരിക്കുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ദൈവമക്കളെ, എനിക്ക് അതിനകത്ത് ഒരു ഉപദേശം നിങ്ങൾക്കോട് പറയാനായിട്ടുള്ളത്, നമ്മൾ അറിയാത്ത കാര്യങ്ങളെ ഒരിക്കലും വിധിക്കരുത്. ഒരു മനുഷ്യനാൽ രോഗസൗഖ്യം കിട്ടി, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാമെങ്കിൽ, അത് പരിശുദ്ധാത്മാവിനാലാണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളല്ല എന്ന് പറഞ്ഞ് നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ
നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ തിരിച്ചറിവില്ലായ്മയാൽ ഏറ്റെടുത്ത് കളിയാക്കരുത്. അത് അങ്ങനെയാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ എന്റെ നേരെ നോക്കിയേ, മിണ്ടാതിരുന്നോളണം. വിവേചിച്ചറിയാമെങ്കിൽ ആയിക്കോ, ഒന്നും എനിക്ക് പറയാനില്ല. അത് ദുരാത്മാവിനാലാണ് എന്ന് കൃത്യമായി വിവേചിച്ചറിയാമെങ്കിൽ ആയിക്കോ, ബുദ്ധിമുട്ടില്ല. വിവേചിക്കാൻ കഴിവില്ലാതെ പത്രമാധ്യമങ്ങൾ വഴി നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയിലൂടെ ദൈവാത്മാവ് നടത്തുന്ന പ്രവർത്തനങ്ങളെ വേട്ടയാടരുത് എന്ന് ഞാൻ ഇതിനോടനുബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ സൗഖ്യത്തിന്റെ പിന്നിലെ രഹസ്യം? അന്നും ഇന്നും ഇത് തന്നെയാണ് ചോദ്യം. ഏത് ശക്തിയാൽ, ഏത് നാമത്താൽ? അതാണ് അവർക്ക് ചോദിക്കാനും അറിയാനും ഉണ്ടായിരുന്നത്. പത്രോസിന്റെ മൂന്നാം പ്രസംഗം അവിടെ ആരംഭിക്കുകയാണ്. പത്രോസിന്റെ മൂന്നാമത്തെ പ്രസംഗമാണ് 8-ാം വാക്യം മുതൽ. അധികമൊന്നും വലിയ മാരത്തോൺ പ്രസംഗമൊന്നും നടത്തിയില്ല. മഹാസഭയൊന്നും വിളിച്ചുകൂട്ടി വലിയ ഇൻട്രാസൊന്നും നടത്തിയില്ല. പത്രോസ് വളരെ വ്യക്തമായി അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു, ദൈവമക്കളെ, എപ്പോഴും ശുശ്രൂഷയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നിവേശിതരായിട്ട് നിൽക്കണം, ശുശ്രൂഷ ഫലകരമായി തീരാൻ. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ ഉദ്ധിതനായിട്ടല്ല നമ്മൾ പലപ്പോഴും വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ആദാമിന്റെ കാലത്തുള്ള ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ കുറെ കാലത്തെ വിഷയങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ തൊട്ട് നക്കി മറിക്കും. മറിച്ച് ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. എന്നിട്ട് അത് അങ്ങോട്ട് പറയുക. അതിനകത്ത് ദൈവാത്മാവിന് അതിനകത്തൊരു നിയോഗമുണ്ടോ എന്ന് പ്രസംഗിക്കുന്നവർ ആരെങ്കിലും ഈ ഡിവൈസിനകത്തുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചോളണം, ഞാൻ ഉൾപ്പെടെ. ആത്മാവിൽ നിറഞ്ഞവനായി പ്രസംഗിച്ചു. പൗലോസിന്റെ 1ഉം 2ഉം പ്രസംഗം ദൈവാത്മാവിനാൽ നിറഞ്ഞായിരുന്നു. 1-ാം പ്രസംഗത്തിൽ 3000 പേര്, 2ാമത്തെ പ്രസംഗത്തിൽ 5000 പേര്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചാൽ ആത്മാക്കളിൽ പരിവർത്തനം ഉണ്ടാകും. ഞാൻ എന്നാ ഇപ്പൊ പറഞ്ഞേ? ആത്മാവിൽ നിറഞ്ഞ് വചനം പങ്കുവെച്ചാൽ ആത്മാക്കളിൽ പരിവർത്തനം ഉണ്ടാകും. ആത്മാക്കളുടെ മനസ്സിലൊരു ഓളം വെട്ട് നടക്കും. ആത്മാക്കളെ ചിന്തിപ്പിക്കും, ആത്മാക്കളെ പിടിച്ചിരുത്തും, ആത്മാക്കളെ സ്വയം വിവേചനത്തിന് വിധേയമാക്കും. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളല്ല കക്ഷി, ആത്മാവിനാലാണ്. ഞാനത് മനസ്സിലാക്കിയത് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി പ്രസംഗം കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ എന്നെ വചനം കേട്ട് മാനസാന്തരപ്പെടും അങ്ങനെ ഒരു കാര്യമേ എൻ്റെ മനസ്സിലില്ല, ഒന്നുമില്ല. നമ്മളെ സുവിശേഷ യോഗത്തിന് ചേങ്ങലയും തമ്പേറും പെട്രോമാക്സും ചുമക്കുന്ന ആളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ട് ഞാനത് ആർക്കും കൊടുക്കൂല. ഞാൻ ചുമന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അടുത്ത യോഗത്തിന് ഞാൻ ഇത് ചുമന്നുകൊണ്ട് പോകും. ഇങ്ങനെ ഞാൻ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നും ആയിട്ടല്ല. അതൊന്നും ആകാനുള്ള പക്വതയോ പ്രായമോ ഒന്നും എനിക്കില്ല എന്നാണ് കാരണവന്മാരുടെ വൈപ്പ്. പക്ഷേ എനിക്കിത് ചുമക്കണ വലിയ ഇഷ്ടമാണ്. തമ്പേർ തോളത്തിടും,
പെട്രോമാക്സ് കയ്യിൽ പിടിക്കും, ചേങ്ങലയും കയ്യിൽ പിടിക്കും. അങ്ങനെ തോളത്ത് തമ്പേറും, രണ്ട് കയ്യിലും ചേങ്ങലയും പെട്രോമാക്സുമായിട്ട് ഞാൻ ചെല്ലും. പക്ഷേ അന്ന് ചെന്ന് ഞാൻ ചെമ്പ്രം പടിഞ്ഞ് തറയിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. വളരെ ശാന്തമായി ഒരു മനുഷ്യൻ പ്രസംഗിച്ചു. അതിൽ ഒരു സെന്റൻസിന്റെ പവർ, ഒരു വാചകത്തിന്റെ പവർ എന്റെ ഹൃദയത്തിനകത്ത് കയറി എന്നെ പൊട്ടിച്ചു. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതമായി നമ്മൾ പറയുന്ന ഒരു വാക്ക് അല്ലാതെ പറയുന്ന 10,000 വാക്കുകളെക്കാൾ വിലയേറിയതാണെങ്കിൽ, കർത്താവെ, എൻ്റെ പ്രസംഗവും എൻ്റെ ശുശ്രൂഷയും ആത്മാവിൽ നിറഞ്ഞു നിർവഹിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം. നിങ്ങൾക്ക് പ്രസംഗ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രസംഗ മത്സരം നമ്മുടെ മിഷനിലുണ്ട്. ഗോസ്പൽ ഫെലോഷിപ്പിനോടനുബന്ധിച്ച് പ്രസംഗ മത്സരമുണ്ട്. പ്രസംഗ മത്സരം അത് മത്സരമാണ്. നമ്മൾക്കുള്ള കഴിവിന്റെ, അതൊരു ടാലന്റാണ്. ആ ടാലന്റിന്റെ പരിശോധനയാണ് പ്രസംഗ മത്സരം. അപാകതകളില്ല, അതൊരു ടാലന്റിന്റെ പരിശോധനയാണ്. ആ ശൈലി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മാനസാന്തരമല്ല ലക്ഷ്യം, ആത്മദാഹവുമല്ല ലക്ഷ്യം. അവിടെ മത്സരിച്ച് 1ാം സ്ഥാനത്തെത്തണം, എന്റെ ടാലന്റിനെ പ്രകടമാക്കണം എന്നതാണ്. എന്നാൽ സുവിശേഷ പ്രസംഗത്തിന്റെ ആത്യന്തികമായ അടിസ്ഥാനം പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമായിരിക്കണം. അഥവാ ആത്മാവിൽ നിറഞ്ഞു പറയണം. 2, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട്, മാനസാന്തരമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ആത്മാവ് നിറഞ്ഞ അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം, ആരാണത്? ആ മുടന്തനായ മനുഷ്യന്, ആ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു. ഒരുവന് കിട്ടിയ സൗഖ്യമാണ്, ഒരുവന് കിട്ടിയ നന്മയാണ്. നിങ്ങൾ ഓർക്കണം, ആലയത്തിനകത്ത് ഭയങ്കര പരിപാടി നടത്തിയ ഹന്നായിക്കോ കയ്യപ്പാവിനോ ഈ കാലം വരെയും അംശവസ്ത്രം ഇട്ടുകൊണ്ട് നടന്നിട്ട് നടത്താൻ കഴിയാത്ത കാര്യം ഇന്നലെ വരെ ഗലീലാക്കടലിൽ മീൻ പിടിച്ചുകൊണ്ട് നടന്ന മുക്കുവന്മാരായ ഇവന്മാർക്ക് എങ്ങനെ സാധിച്ചു? അതാണ് വിഷയം. ഒരുപക്ഷെ അവരുടെ വസ്ത്രധാരണമോ അവരുടെ ഡ്രസ് കോഡൊന്നും ഇവർക്ക് ഫിറ്റായി കാണില്ല. അതൊന്നുമല്ല ദൈവമക്കളെ കാര്യം. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനായിരിക്കണം ഞാനും നിങ്ങളും. പ്രൈസ് ദ ലോർഡ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യരായിരിക്കണം നമ്മൾ. ആർക്ക് വേണ്ടി? ഈ ബലഹീന മനുഷ്യന്, ബലഹീനതയുള്ള മനുഷ്യർക്ക്, കുറവുള്ള മനുഷ്യർക്ക്. ഞാനൊരു നന്മ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വിസ്താര സഭയുടെ മുൻപാകെ വന്നിരിക്കുന്നത്. പത്രോസ് തുടർന്നു പറയാ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. ഹന്നായി കയ്യപ്പാവ് ഇത് കേട്ടപ്പോ ചങ്ക് പൊട്ടിയിട്ടുണ്ടാവും. ഇവരാണല്ലോ കള്ളസാക്ഷികളെ ഉണ്ടാക്കി വെറുതെ വിട്ടവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊന്നു. അവന്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമായത്. സകല ഇസ്രായേൽ ജനത്തിനും അതറിയാം. പക്ഷേ അധികാരികളെ, നിങ്ങൾക്കത് അറിയില്ലല്ലോ.
യേശുവിന്റെ നാമത്തിലാണ് ആ സൗഖ്യം നടന്നതെന്ന് സകല മനുഷ്യർക്കും അറിയാം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. 118 സങ്കീർത്തനത്തിന്റെ 22 വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. യെശയ്യാപ്രവചനം 28 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 28 16 വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അങ്ങനെ ഒരു മൂലക്കല്ലായി ഇട്ടിരിക്കുന്ന ആ കല്ലിനെ, ഏതാണ് ആ കല്ല്? ആ കല്ല് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പത്രോസ് കൃത്യമായി തെളിയിക്കുകയാണ്. ആ മൂലക്കല്ലായി, കോൺകല്ലായി മേലോട്ടുള്ള പണിക്ക് വേണ്ടി ഇടപെട്ട കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കല്ല് നിങ്ങൾ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ആ കല്ലിനെ തട്ടിമാറ്റി. അങ്ങനെ മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ആ കെട്ടിടം പണിയാൻ പറ്റിയില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. മൂലക്കല്ലിനെ തട്ടിമാറ്റിയത് കൊണ്ട്, ആണിക്കല്ലിനെ തട്ടിമാറ്റിയത് കൊണ്ട്, കോൺകല്ലിനെ തട്ടിമാറ്റിയത് കൊണ്ട് അവർക്ക് ആ കെട്ടിടം പണിയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ മന്ദിരം പണിതു. യേശുക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിസ്ഥാന കല്ലുകളും നമ്മളൊക്കെ ജീവനുള്ള കല്ലുകളായി ഒരു ചൈതന്യമുള്ള ഒരു പുതിയ മന്ദിരത്തിന് തുടക്കം കുറിച്ചു. വേറെ കാര്യ, ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ മൂലക്കല്ലിനെ തട്ടിമാറ്റിയപ്പോൾ പുതിയൊരു, ഇവർ തള്ളിയ കല്ല് തന്നെ മറ്റൊന്നിന്റെ മൂലക്കല്ലായി. ആ വാക്യം 12 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരുടെ മുഖത്ത് നോക്കി, ഹന്നായുടെയും കയ്യപ്പാവിന്റെയും മുഖത്ത് നോക്കി, സന്നിധിയും സംഘത്തിന്റെ വിസ്താര സഭയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ വചനത്തിന്റെ പവർ അവർ കണ്ണ് തള്ളിയിട്ടുണ്ടാവും. സന്നിധി സംഘം ഉണ്ടക്കണ്ണുരുട്ടിയിട്ടുണ്ടാവും. മറ്റൊരുത്തനിലും രക്ഷ എന്ന് പറഞ്ഞ എന്താണെന്ന് അവർ കേട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുക എന്താണെന്ന് അവർക്കറിയില്ല. ഇത് രണ്ടും അറിയാത്ത അധികാര വൃന്ദം. പലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയെ അറിയാവൂ. ഈ മക്കളെ, ഇത് വേദപുസ്തകത്തിന്റെ നട്ടല്ലാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇത് പത്രോസിന്റെ വായിൽ നടന്നു വീണു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അപ്പൊ മനുഷ്യന്റെ രക്ഷയ്ക്ക്, പിന്നെ മനുഷ്യന്റെ സൗഖ്യത്തിന്, പിന്നെ മനുഷ്യന്റെ ഉദ്ധാരണത്തിന്, പിന്നെ മനുഷ്യന്റെ വിടുതലിന്, പിന്നെ മനുഷ്യന്റെ ദൈവരാജ്യ പ്രാപ്തിക്ക്, മനുഷ്യന്റെ നിത്യതയ്ക്ക് എല്ലാമായി ഒരേ ഒരു നാമം, കർത്താവായ യേശു എന്ന ഏക നാമം. ആ മഹത്വം ആർക്കും കൊടുക്കരുത് ദൈവമക്കളെ. യേശു മാത്രം എന്റെ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വം ആർക്കും കൊടുക്കരുത്.
എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ ഇടപെടലുകൾ നമ്മളെ ആഴത്തിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചുമില്ലേ? നമ്മളെ കൂടുതൽ ദൈവകൃപയിൽ കൊണ്ടുവന്നുമില്ലേ? ഈ ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും പറയാൻ കഴിയും, ഒരു കാലത്ത് ഞാൻ പാപത്തിന്റെ നടുക്കടലിലായിരുന്നു, എൻ്റെ യേശു മാത്രം എൻ്റെ രക്ഷകൻ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ആത്മരക്ഷ മാത്രമല്ല, നമ്മൾ അകപ്പെടുന്ന കെണികളിൽ നിന്ന്, നമ്മൾ അകപ്പെടുന്ന ബാധ്യതകളിൽ നിന്ന്, ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത വലിയ ട്രാപ്പുകളിൽ നിന്ന്, കൊടും ചതികളിൽ നിന്ന്, വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകൻ നമുക്കുണ്ട്. യേശു മാത്രം എൻ്റെ രക്ഷകൻ. നമുക്കത് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ വലിയ മടിയാ. നമ്മൾ പറയും, എൻ്റെ അപ്പോ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എനിക്ക് ചിലപ്പോൾ അത് ദൈവമക്കളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ലോകമക്കളുടെ ഉപയോഗമാണ് എന്നതാ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ദൈവമക്കൾ എന്ത് പറയും? കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു. കൃപയാൽ. ഈ കൃപയാൽ എന്നുള്ള വാക്ക് പറയാതെ കോമൺ വാക്ക് പറയാനാണ് സുഖം. അത് കേട്ടാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലോ. എല്ലാവരും ഭാഗ്യം കൊണ്ടായിരിക്കും രക്ഷപ്പെടണേ. പക്ഷെ ഞാൻ രക്ഷപ്പെടുന്നത് കൃപയാലാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മരക്ഷയും എൻ്റെ ജീവിതത്തിന്റെ സകല വേദനകളിൽ നിന്നുള്ള രക്ഷയും കൃപയാലാണ്. കൃപയാൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവർത്തികൾ 4:12. ആരെങ്കിലും വന്നിട്ട് നിന്നെ രക്ഷിപ്പാൻ വേറെ പേരുണ്ടെന്ന് പറഞ്ഞാ ഓർത്തോളണം, അവരോട് നേരെ സുവിശേഷം പറയണം. വേണ്ട, ഇല്ല, ഞങ്ങളെ രക്ഷിക്കാൻ ഒരു യേശു ഉണ്ട്. വേറെ ആരുടെ നാമം എനിക്ക് വേണ്ട, വേറെ ആരുടെ സൗജന്യം എനിക്ക് വേണ്ട. എനിക്ക് വലം കൈ തന്ന് എന്നെ ഉദ്ധരിക്കാൻ, എന്നെ വിടുവിപ്പാൻ എനിക്കൊരു നാമമുണ്ട്. അവൻ എന്നെ വിടുവിച്ചാലും പിന്നെ വിടുവിച്ചില്ലെങ്കിലും അവനാണ് എൻ്റെ രക്ഷകൻ. നമ്മെ എല്ലാവരെയും വിടുവിപ്പാൻ അവൻ മതിയായത്. 13-ാമത്തെ വാക്യം. അവർ പത്രോസിനെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടുപോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, കണ്ണ് തള്ളിപ്പോയി. ഇവന്മാരാരടാ? എനിക്ക് തോന്നുന്നു മീൻ പിടിച്ചതിന്റെ ഉളുപ്പിന്റെ മണം, ആ മീൻ ഉളുമ്പിന്റെ മണം അവർക്ക് കിട്ടുന്നുണ്ടാവും. അധികമൊന്നും ഇന്നത്തെ പോലെ മാറി മാറി ചുറ്റാൻ, പിന്നെ ഈ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും മാറി കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ആ മീനുളുമ്പ് പോലും ചിലപ്പോ കണ്ടേക്കാം. ഇവന്മാരുടെ ധൈര്യം, ആ ധൈര്യം എവിടുന്ന് കിട്ടി? അകത്ത് പകർന്നിരിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവ്, അകത്ത് പകർന്നിരിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവ്. ആ ആത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും, ആ ആത്മാവിനെ, ധൈര്യത്തിന്റെ ആത്മാവിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കാട്ടുമാക്കാന്റെ ശബ്ദം കേട്ടാൽ മതി, നമ്മൾ ഓടി അകത്ത് കയറും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, എല്ലാം പേടിയാണ്. ലൈറ്റ് പോയാൽ പേടിയാണ്, കറണ്ട് പോയാൽ പിന്നെ ഈ മുറിയിൽ ആ മുറിയിട്ട് പോവില്ല. സുവിശേഷ യോഗത്തിന് പോരാമെന്നൊന്ന് ചോദിച്ചാൽ പറയും, അയ്യോ തന്നെയോ, പേടിയാണ് ദൈവങ്ങളെ. എന്നിട്ട് പറയും, ധൈര്യത്തിന്റെ ആത്മാവിനെ പെന്തിക്കോസ്തിക്ക് പ്രസംഗിക്കും, ധൈര്യത്തിന്റെ ആത്മാവിനെ എന്നിൽ പകർന്നിരിക്കുന്നു. അത് ഇതുമായിട്ട് എന്നാ ബന്ധം? ദൈവമക്കളെ, ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കുന്നത്
ആരോടും സുവിശേഷം പറഞ്ഞാൽ തന്നെ ധൈര്യം ഉണ്ടാവും. നമ്മൾ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ഉള്ളിലൊരു യുദ്ധമല്ലേ, യുദ്ധം. സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ആ യുദ്ധത്തിൽ പലപ്പോഴും ആരാ ജയിക്കണേ? പറയണം, വേണ്ട, വേണോ, വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഇങ്ങനെ ഒരു സംഘടനമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, അല്ല ഇപ്പൊ തന്നെ പറയണം, ഇപ്പൊ വേണ്ട. ഇങ്ങനെയൊരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞ സുവിശേഷം പറയാനുള്ള നമ്മുടെ ഉള്ളിലെ യുദ്ധം. അതാണ്. ഈ യുദ്ധത്തിൽ പലപ്പോഴും അന്നമ്മ ജയിക്കും, പരിശുദ്ധാത്മാവ് തോക്കും. അല്ലെങ്കിൽ മത്തായി ജയിക്കും, പരിശുദ്ധാത്മാവ് തോക്കും. ഇവിടെയാണ് യുദ്ധം. ഇതൊരു എക്സർസൈസ് ആണ്. അതേസമയത്ത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി മുഖത്തടിച്ച് പറയാൻ ധൈര്യക്കുറവൊന്നുമില്ല. സുവിശേഷം പറയുന്ന കാര്യം പറയുമ്പോൾ മുട്ടുവരയ്ക്കും. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ബലഹീനരുടെ മേൽ നിറച്ചിട്ട് സുബോധവും ധൈര്യവും നൽകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ദൈവാത്മാവ്. അതൊരുവന്റെ ഉള്ളിൽ കയറി കിട്ടിയാൽ ആരോടും പറയും സുവിശേഷം. ധൈര്യമാണ്. ഇവിടെ ആരെയാ വിസ്തരിക്കാൻ കൊണ്ട് നിർത്തിയേക്കണേ? പ്രമാണിമാരോടാ പറയണേ. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശുവിന്റെ നാമത്തിലാണ് രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഹന്നായും കയ്യപ്പാവും അപ്പനും മരുമോനും അന്തം വിട്ടിരുന്നു. എവിടുന്നാടാ ഇവന്മാർക്ക് ഈ ധൈര്യം കിട്ടിയത്? അവരെ അത്ഭുതപ്പെടുത്തി. ഇവരെ വിചാരിച്ചത് ഇവരാരാ? പഠിപ്പില്ലാത്തവര്, മുക്കുവന്മാര്. പേടിപ്പിച്ചാൽ ഓടിച്ചകത്ത് കയറുമെന്ന് വിചാരിച്ചു. ഒന്ന് പേടിപ്പിച്ചങ്ങ് വിട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും സന്നിധി സംഘത്തിലേക്ക് വിളിപ്പിച്ചത്. അവരോടും പറഞ്ഞു ആ സുവിശേഷം. മനുഷ്യരെന്ന് ഗ്രഹിക്കാൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാൻ സാധിച്ചില്ല. സാക്ഷി തൊട്ടടുത്ത് നിൽക്കുക. ഒരുപക്ഷെ അവനെ പിടിച്ചു എന്ന് അതിന്റെ അർത്ഥം അല്ലെ? പത്രോസിനെയും പിടിച്ചു, യോഹന്നാനെയും പിടിച്ചു, തൊണ്ടി മുതലും പിടിച്ചു. അങ്ങനെ പണ്ട് യേശുവിനെ ക്രൂശിച്ച സമയത്ത് സാക്ഷി മാറ്റി പറയിപ്പിച്ചതുപോലെ മാറ്റി പറയിപ്പിക്കാമെന്ന് കരുതി കൊണ്ടുപോയതായിരിക്കും. പക്ഷെ അവനും അടുത്തെന്ന് പറഞ്ഞു, യേശുവിന്റെ നാമമാണ് എൻ്റെ കാലുകൾക്ക് ബലം തന്നത്. യേശുവിന്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ ധൈര്യം പകർന്നത്. അവർ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് സന്നിധി സംഘത്തിന് ഇവരെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. സന്നിധി സംഘം നിഷ്പ്രഭമായി പോയി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ. ആകയാൽ ദൈവമക്കളെ, ഇന്നൊരു അനിവാര്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആത്മനിറവും ആത്മാഭിഷേകവും ഈ ലോകത്ത് പണമില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും എല്ലാം പ്രതികൂലമാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെ മേലും ജയമാണ്. ഒരാമീൻ നിങ്ങൾ പറയണം. വാസ്തവമാണ്. ആത്മാവിന്റെ നിറവെന്നിലുണ്ടെങ്കിൽ എല്ലാം സാധ്യതമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യമായി സഭ പീഡിപ്പിക്കപ്പെട്ട കാലം. എന്താണ് അവർ ചെയ്ത തെറ്റ്? രണ്ട് തെറ്റാണ് അവർ ചെയ്തത്. ഒന്ന്, പുനരുത്ഥാനം ഉണ്ട് എന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ തെളിയിച്ചു. രണ്ടാമത്തെ തെറ്റ്, ആ ബലഹീന മനുഷ്യനെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി കണക്കിന് കൊടുത്തു. ഈ വിസ്തരിക്കപ്പെടുമ്പോ ചാഞ്ചല്യമില്ലാതെ നിൽക്കേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ കൃപയെ ചോദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ. നല്ലവനായ കർത്താവേ, സഭയുടെ ആരംഭകാലങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ക്രിസ്തീയ സഭ ഉടലെടുത്തത്?
ആ നാളിൽ സഭ അഭിമുഖീകരിച്ച വിഷയങ്ങൾ എന്താണ്? ഞങ്ങളത് പഠിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളോട് കരുണയാകണമേ. നിന്റെ കരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളോട് മനസ്സറിയണമേ കർത്താവേ. നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സവിനയം സമർപ്പിക്കും. നീ ഞങ്ങളോട് കൃപയാകണം. ഇന്ന് വചനം കേട്ട ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ധൈര്യത്തിന്റെ ആത്മാവിനെ പകരണമേ, സുബോധത്തിന്റെ ആത്മാവിനെ പകരണമേ. നിന്റെ വേലയ്ക്ക് വില്ലാളി വീരന്മാരായി ഞങ്ങളെ നിന്റെ കരങ്ങളെടുത്ത് നീ ഉപയോഗിക്കണം. ഭയരഹിതമായി നിന്റെ വേല ചെയ്യാൻ, ഭയരഹിതമായി നിന്നെ പ്രസംഗിപ്പാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.